ഓണം വിപണി ലക്ഷ്യമിട്ട് വീർപ്പൊഴുക്കിയ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വഞ്ചന. വകുപ്പ് വിതരണം ചെയ്ത തൈകളും വിത്തുകളും ഗുണനിലവാരമില്ലാതായതോടെ ജില്ലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾക്ക് വിപണിയിൽ ആവശ്യക്കാരില്ലാതായതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം. കുറിച്ചിത്താനം ആളാത്ത് TD ബാബു എന്ന കർഷകനാണ് കൃഷിവകുപ്പിന്റെ അനാസ്ഥയിൽ വലഞ്ഞത്. നാടൻ പഴവലം വിറ്റ് ഓണവിപണി പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിൽ നിന്നും തൈകൾ വാങ്ങി 40 തടങ്ങളിൽ വെച്ച് പിടിപ്പിച്ചു. വിളവെടുത്തപ്പോഴാണ് കൃഷിവകുപ്പിന്റെ ബിരുദ പുറത്തു വന്നത്. ഒരേ ഇനത്തിലുള്ള തൈകൾക്ക് പകരം 4, 5 തരത്തിലുള്ള പടവലങ്ങൾ കായ്ച്ചു. നീളം കുറഞ്ഞതും കടും പച്ച നിറമുള്ളതുമായ ഇവയ്ക്ക് കച്ചവടക്കാരോ ഉപഭോക്താക്കളോ ഇല്ല. ഒരു സാധാരണ പടവലത്തിന് 500 ഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകാറുണ്ട്. എന്നാൽ ബാബുവിന്റെ തോട്ടത്തിലെ പടവലങ്ങൾക്ക് വലുപ്പവും തൂക്കവുമില്ല. വിളവെടുത്ത പടവലങ്ങളുമായി നാട് മുഴുവൻ അലയേണ്ട ഗതികേട്. ഒടുവിൽ പെരുവിയിലെത്തിച്ച് തുച്ഛമായ വിലയ്ക്ക് വിറ്റഴിച്ചു. ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം ബാബുവിനുണ്ടായി. ഓണത്തിന് കൊടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഓണം വിപണി ലക്ഷ്യമാക്കിയിട്ട് പടവലമാണിത്. ഇത് 2026 ഈ വർഷം ജൂൺ മാസം 6-ാം തീയതി കോഴായിലുള്ള ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്നും മേടിച്ച തൈകളാണ്. ഇത് ആകെ 44 തടം പടവലമാണുള്ളത്. അന്ന് അവിടുന്ന് മേടിച്ചു കൊണ്ടുവച്ച തൈകളിൽ ഈ 44 തടം പടവലം നട്ടതിൽ 5 വ്യത്യസ്തങ്ങളായ 5 ഇനങ്ങളാണ് ഈ 44 തരത്തിലുള്ളത്. സാധാരണ ഒരു പടവലത്തിൻ്റെ തൂക്കം എന്ന് പറയുന്ന 1/2 കിലോ മുതൽ 2 കിലോ 2.5 കിലോ വരെ വരുന്ന പടവലങ്ങയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉള്ളത് 150 ഗ്രാം മുതൽ പരമാവധി 400 ഗ്രാം വരെയുള്ള തൂക്കമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. സാമ്പത്തികമായിട്ടുള്ള വൻ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടവലത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പന്തൽ തീരുമ്പോൾ അതിൻ്റെ പന പൊട്ടിച്ച് മുട്ടുണ്ടാക്കി കമ്പി വലിച്ച് വള്ളി കെട്ടി പന്തൽ ആയി വരുമ്പോഴത്തേനും ഇത്തരം പന്തലിലായി വരുമ്പോഴത്തേനും ന്യായമായിട്ടുള്ള ഒരു മുടക്ക് നമുക്ക് ഇതിന് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കായം കൂടെയാണ് പടവലം നട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏത് ചെടിയാണെങ്കിലും നട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നതെങ്കിൽ തികച്ചും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭീമമായ ഒരു നഷ്ടം ഒരു പന്തലിൽ നിന്ന് തന്നെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയുമല്ല, ഇതിൻ്റെ അകത്ത് 90% പടവലങ്ങായും കരിം പച്ച കളറിലാണ് വിപണിയിൽ വിറ്റഴിക്കുന്നതിന്. കടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഈ സാധനം വേണ്ട. ഒരു സ്ഥലത്തും ഇതെടുക്കുന്നില്ല. ഹോൾസെയിലുകാർക്കാട്ടെ, സദ്യ ഉണ്ടാക്കുന്നവർക്കാട്ടെ, മറ്റ് ചെറുകിട കടക്കാർക്കാട്ടെ ആർക്കും ഈ പച്ച കളറിലുള്ള സാധനം വേണ്ട. ആദ്യമായിട്ട് എടുത്ത 84 കിലോ പടവലങ്ങ ആദ്യം എടുത്ത് ദാഹിച്ചു മോഹിച്ചിട്ട് എടുത്ത പടവലങ്ങ ഇവിടെ എങ്ങും വേണ്ടാഞ്ഞിട്ട് പെരുവേലുള്ള ഒരു ഹോൾസെയിലുകാരന് വെറും 10 രൂപ വിലയ്ക്ക്, മറ്റ് പടവലങ്ങ നീളമുള്ള പടവലങ്ങ 22 രൂപയ്ക്ക് മറ്റ് കർഷകർ കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഇത് വെറും 10 രൂപയ്ക്ക് കൊണ്ട് കെട്ടിയേൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തികച്ചും ഞാൻ പറയാം, ഇത് ബില്ലാണ്. ഇത് ബില്ല് സഹിതമാണ്. ഇത് ജൂൺ മാസം 6-ാം തീയതി കോഴായിലുള്ള ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്ന് മേടിച്ച പടവലത്തിൻ്റെ തൈകളാണ്. തികച്ചും ഉത്തരവാദിത്വമില്ലാതെ എടുക്കുന്ന വിത്തുകളും ഉൽപ്പാദിപ്പിക്കുന്ന തൈകളും മാത്രമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിലും കൃഷി ഇത്തരത്തിലുള്ള വിത്തുകളും തൈകളോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും കൃഷി ലാഭകരമാകില്ല. അതുകൊണ്ട് ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് കർഷകരോടും കൃഷിക്കാരോടും കൃഷിയോടും ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് നല്ല വിധത്തിലുള്ള വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യണമെന്ന് ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ്. കൃഷിവകുപ്പിന്റെ വിത്തുകളെക്കുറിച്ച് സമാനമായ പരാതികൾ വ്യാപകമാണ്. തൈകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടി വേണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ മികച്ച ഇനം വിത്തുകളാണ് നൽകിയിരുന്നതെന്നാണ് കോഴ കൃഷിഫാമിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, പാല.